ഹലോ, അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. കിട്ടുന്നതൊക്കെ നമുക്ക് നിങ്ങൾ കാണിക്കുന്നതാണ്. പിന്നെ നമ്മളെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടന്ന് പോവാനുണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. ഇന്ന് കാർ എടുക്കണില്ല. ലീവുള്ള ദിവസം കാർ എടുക്കാൻ ശരിയല്ല. അപ്പോൾ എന്താണ്, ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലോ. അപ്പോൾ ഐഡിയിൽ കൂടെ നമ്മളും കളിക്കുക. ബസ്സിന് പോവുക, ബസ്സിന് വരിക, അതിനൊക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വീട് നിൽക്കാൻ പറ്റണില്ല. കുറേ അതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റും, പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റും. തണൽ ഇവിടെ ഉള്ളത് ആയിക്കോട്ടെ നടന്ന് പോകണം. ഇവിടെ നല്ല അടിപൊളി വാട്ടർ ടാങ്ക് പുതിയ കൊടുന്ന് വെച്ചാട്ടോ. ഇതിന് പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. പിന്നെ കൊടുത്ത സ്പോൺസർ ചെയ്ത ആളെ പേരൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഡെയിലി പിക്സ് ഇതിൽ മറ്റേ ഐസ്ക്രീമിൻ്റെ ഐറ്റംസുകളും അങ്ങനത്തെ ചെറിയ ചെറിയ മോഡൽ ഫുഡുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പോകാൻ വിചാരിച്ചിടത്ത് പോവുക. പിന്നെ ഞാൻ തണൽ നോക്കിയിട്ട് പോവുകയാണ്. പുറത്തൊക്കെ അങ്ങോട്ടൊക്കെ നല്ല വെയിലുണ്ട്. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് കുറച്ച് നടക്കാനുള്ള അധികമൊന്നുമില്ല സ്റ്റോപ്പിക്ക്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പുറത്തുനിന്ന് നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും. മൈക്കൊന്നും വെച്ചിട്ടില്ല. കുറേ അതാണ് ക്ലിയർ കുറവുണ്ടാവല്. അപ്പോൾ അതിനൊക്കെ ശ്രമിക്കുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, ഇതാരും മറക്കരുത്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കിടക്കണം. അപ്പുറത്തുനിന്ന് പിന്നെ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ അതാണ് റോഡ് മേലൊന്നും വണ്ടികളൊന്നുമില്ല. ഇത് നമ്മൾ താമസിക്കുന്ന ഏരിയത്തെ മെയിൻ റോഡാണ്, സാധാ ഹൈവേ അല്ല. ആ കാണുന്ന ബിൽഡിങ് പിന്നെ ഇതിൻ്റെ ബർഗറിൻ്റെ ഷോപ്പാണ്, റേഷൻ ബർഗർ. അതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ ഈ പോണതാട്ടോ ഇവിടുത്തെ ടാക്സി. പോയിട്ട് ടാക്സി ഇത് ഇവിടുത്തെ മദ്രസയാണ്. ഇപ്പോൾ മദ്രസ ഒന്നും തുറന്നിട്ടില്ല, ഇനി കുറച്ചും കൂടെ കഴിയും. ഈ മാസം പകുതിക്ക് കണ്ട് തുറക്കായിരിക്കും. എപ്പോഴാണെന്ന് അറിയില്ല. തുറന്നാൽ പിന്നെ ഇവിടെ ഒന്നും വണ്ടികൾ നിർത്താൻ സ്ഥലം ഉണ്ടല്ലോ, നല്ല അത്രയും ട്രാഫിക്കും ഉണ്ടാവും. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുള്ളൂ. ഞാനും വേറെത്തും കൂടെ ഇപ്പം തന്നെ നേരത്തെ തന്നെ പോകാനുള്ള പ്ലാനാണ്. ഭക്ഷണമൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചൂട് ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. സൂര്യൻ കണ്ടില്ല, എൻ്റെ തലൻ്റെ മേലെ തന്നെ ഉണ്ട്, നല്ല ഉദിക്കലുണ്ട്. ഫോണൊക്കെ ഉണ്ട്, ചൂടാവണം നല്ല നേരക്ക്. എല്ലാ വീട്ടിലും ലക്ഷറി കാറുകളാവട്ടോ. ലംബോർഗിനി ഉണ്ട്, പോർച്ചിൻ്റെ കാറുണ്ട്, ലാൻഡ് റൈസർ, GMC എല്ലാ ഐറ്റംസും ഉണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് ലക്ഷറി കാറുകൾ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഓരോരുത്തർ കണ്ട് പിന്നെ അതിനാണെങ്കിൽ നല്ല ടാക്സും വീഡിയോ കൊടുക്കും വേണം. ഇവിടെ പിന്നെ ടാക്സിൻ്റെ പരിപാടി ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് പിന്നെ ആർക്കും നേരത്തിൽ വാങ്ങാമല്ലോ. പിന്നെ എണ്ണയ്ക്ക് വില കുറവാണ്, അപ്പോൾ അതിൻ്റെ ഒരു ലാഭമുണ്ട്. 10 ലിറ്റർ അടിച്ചാൽ ആകെ ആവണത് ഒരു 300 റുപ്യേൻ്റെ ലെവലിലാവുള്ളൂ. 300 320 ആവണുള്ളൂ 10 ലിറ്ററിന് തന്നെ. അത്രയും വില കുറവുണ്ട് ഇവിടെ എണ്ണക്കൊക്കെ. നമ്മുടെ നാട്ടിൽ 1 ലിറ്ററിന് എത്ര കൊടുക്കണം? 115 രൂപ കൊടുക്കണ്ട.
അപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ഏത് ലക്ഷറി വണ്ടി ഉപയോഗിച്ചാലും എണ്ണ ചിലവും വലിയ കുഴപ്പമില്ല, ലാഭമാണ്. കാരണം എണ്ണയ്ക്ക് വില കുറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ നിന്നല്ല എണ്ണ ഉൽപ്പാദിപ്പിക്കണേ, അപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ. പിന്നെ ഇവിടെ കണ്ടില്ല, ഇപ്പോൾ ഒരു 18 ഏന്ന് എഴുതിയിട്ട് കണ്ടില്ലേ. ഇതുപോലെയാണ് ഇവിടുത്തെ ഓരോ വീടിൻ്റെ അഡ്രസ്സുകളൊക്കെ ഉണ്ടാവല്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്പറുണ്ടാവല്. നമ്മളവിടെ നമ്പറുണ്ട്, പക്ഷേ നമ്മളാരും നമ്പറിലാരും തിരിച്ചറിയില്ല. അപ്പോൾ പഞ്ചായത്തിന് മാത്രമേ തിരിച്ചറിയാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ നമുക്ക് നമ്പറുണ്ടെങ്കിൽ ഏത് വീടും കണ്ടുപിടിക്കുക, നമ്പറും പിന്നെ അതേപോലെ റോഡിൻ്റെ സ്ട്രീറ്റ് നമ്പർ വേറെ ഉണ്ട്, അതും കണ്ടുപിടിക്കുക. ഇവിടെ ഈത്തപ്പഴം കായ്ച്ചിരുന്നു, പക്ഷേ ഇതൊന്നിനും പറ്റില്ല എന്നുകൊണ്ടാണ്. അതിന് കുറച്ച് നമുക്ക് തിന്നാൻ പറ്റിയ ഐറ്റംസ് ഉള്ളൂ, ബാക്കിയൊന്നും തിന്നാൻ പറ്റില്ല. എല്ലായിടത്തും ഈത്തപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. ഇത് അത്യാവശ്യം നല്ല ഈത്തപ്പഴം കേട്ടോ. അത് എന്താ പറയുക നോക്കാത്തതെന്നോ, ഇതിനൊക്കെ വെച്ച് കവറൊക്കെ ഇട്ട് കൊടുത്ത നല്ല അടിപൊളി സാധനമാണ്. നീളമുള്ള ഈത്തപ്പഴമാണ്. ഒരുവിധ മരത്തുമ്മലൊന്നും നല്ലതില്ല. ഈത്തപ്പഴങ്ങൾ കായ്ച്ച് നിൽക്കണം. ഏതാ വണ്ടി വരുന്ന നോക്കി, അടിപൊളി സൗണ്ടനൊക്കെ ഉണ്ടല്ലേ. ഇത് നമ്മളെ സെറീസിൻ്റെ മരമാണ്. അപൂർവമായിട്ട് ചില വീട്ടുകൾ മാത്രമേ കാണലുള്ളൂ. അങ്ങനെ നടന്നിപ്പോൾ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പോള ബസ്സും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന വീടൊക്കെ ഷെയ്ഖ് ഫാമിലിൻ്റെ വീടാണ്. ഷെയ്ഖിൻ്റെ വീടല്ല, അവരുടെ ഫാമിലിൻ്റെ ആണ്. ആണല്ലേ, നല്ല വലിപ്പമുള്ള വീടാണ്. പിന്നെ നാട്ടിലൊരു കുറേ ആൾക്കാർ കാണാത്തവരൊക്കെ ഇല്ലേ, അവർക്ക് കാണാമല്ലോ ഇടയ്ക്ക്. നമ്മളെ വീട്ടിലെങ്കിലും ആൾക്കാർ കാണട്ടെ. ബസ്സുകളൊക്കെ പോണേ, നമ്മൾ കയറുള്ള ബസ്സാണ് പോണത്. കുഴപ്പമില്ല, അങ്ങോട്ട് എത്തണമല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ബസ്സിന് നമുക്ക് പോവാം. ബസ് സ്റ്റോപ്പാണ്, ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സ്റ്റോപ്പാണ്, KPTC. അതിൻ്റെ ചിഹ്നമാണ് കാണുന്നത്. കുറച്ച് നേരം ഞാനിങ്ങനെ ബസ് കാത്തുനിന്ന് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ബസ് വന്നത്. ചൂടൊക്കെ ഉണ്ടായിരുന്നു, നല്ല വേർത്തിന്ന്. പിന്നെ അങ്ങനെ നമ്മളെ ഗവൺമെൻറ് ബസ് തന്നെ വരുന്നുണ്ട്, KPTCൻ്റെ ബസ് വരുന്നുണ്ട്. അപ്പം ഇതിൽ കയറി പോകണം. ഞാൻ നേരെ ഫ്രണ്ട് ഡോറിന് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ തന്നെ സാധാരണ ഓപ്പൺ ചെയ്യില്ല. അപ്പോൾ എന്താ ഡോറിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് ബാക്കിൽ കൂടെ കയറിപ്പോന്ന് പറഞ്ഞ്. പിന്നെ ഇനി അവിടെ നേരെ ബില്ല് കൊടുക്കണം. ബില്ല് നമ്മളെ ക്യാഷ് കൊടുക്കണം. വെറും 250 വിളിച്ചുള്ളൂ. ഒരു കുവൈത്തിൻ്റെ പെട്ടെന്നൊക്കെ സ്ഥലങ്ങൾക്കും പോകാൻ നമുക്ക് 250 വിളിച്ച് കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം ലോങ് കറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു 350 വിളിച്ച് കയറിപ്പോയാലാവുള്ളൂ. അതിൻ്റെ അപ്പുറം ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ചോദിക്കും, ഇവിടെ കാണാൻ ചോദിക്കുമല്ലോ. ലോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ 350 വാങ്ങുള്ളൂ. അല്ലാണ്ടെങ്കിൽ 250 കൊടുത്താൽ മതി, എവിടെയും പോകാൻ പറ്റും. കുറച്ച് നേരം ബസ്സിലൊക്കെ നിന്ന് ബസ്സിൽ ആളൊക്കെ തിരക്ക് കുറവാണ്. പിന്നെ ഈ ഉച്ച നേരം ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. അങ്ങനെ കുറച്ച് സൈഡിലെ കാഴ്ചകൾ അതിനെ കണ്ടുപോയി. പിന്നെ ഞാൻ വണ്ടിയുടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് നല്ല ട്രാഫിക് ഫൈൻ ഉണ്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചാൽ. അപ്പോൾ നമുക്കതൊന്നും നടക്കില്ല. ബസ്സിലായതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ കാണുന്നത്. നല്ല VIP ഹോസ്പിറ്റലാണത്. അതിൻ്റെ പേര് റോയൽ ഹയാത്ത് എന്നാണ്. പേര് തന്നെ VIP ലുക്കാണ്. പിന്നെ റോയലിൻ്റെ ബിൽഡിങ്ങുകൾ മറ്റേ ഫ്ലാറ്റുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. നല്ല എക്സ്പെൻസീവാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും അവിടെ പോകലില്ല. ഒക്കെ കുവൈറ്റികളൊക്കെ തന്നെ പോവുള്ളൂ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈവേ ആണ് ഈ കാണുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേറെ ഹൈവേ വരുന്നുണ്ട്. ഇതിനേക്കാളും വലിയ ഹൈവേ ആണ്, 6 വരെയൊക്കെയാണ്. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹൈവേ വരുന്നത്. പിന്നെ ഈ ഹോട്ടൽ ഞാൻ ഇവിടെ ഫസ്റ്റ് കൊറോണ ടൈമിൽ ക്വാറൻറ്റൈൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇരുന്നൊരു ഹോട്ടലാണത്. അങ്ങനെ ഞാൻ ഫ്ലാറ്റുകളൊക്കെ കണ്ടുകണെങ്കിൽ നേരെ ബസ്സിന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയി. സൈഡിൽ ഫുള്ള് ബിൽഡിങ്ങുകളാണ്, ഫുള്ള് ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട്. താമസക്കാരാണ് ഇവിടെ കൂടുതൽ. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പാണിത്.
പിന്നെ ബസ് വണ്ടിന്ന് പോകാൻ വേണ്ടി സൗണ്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. ഇനി കുറച്ചും കൂടെ അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാണ്ട് അങ്ങോട്ട് പോകണം. പിന്നെ പോണതിന് മുന്നേ ഇതുണ്ടല്ലോ ഇവിടുത്തെ ഒരു പള്ളി, അത്യാവശ്യം നല്ല വലിയ പള്ളിയാട്ടോ. മുന്നാറൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ ഭംഗി കാണാൻ. ഈ പള്ളി ഞാനും ആദ്യമായിട്ട് കാണാണ്. ഈ വൈക്കുന്ന എപ്പോഴും വരലതല്ലേ. പിന്നെ നമ്മൾ കാറിട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കില്ല, നമ്മൾ എന്തൊക്കെയെല്ലാം നോക്കൂല, ബസ്സിൻ്റെ മുമ്പെല്ലാം നോക്കുള്ളൂ. അവിടെ കിടക്കുന്നവിടെ തന്നെ സൂര്യത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഡോർ ക്ലോസ്ഡ് ആണ്, നിസ്കാരം ടൈം ആയിട്ടില്ല. പിന്നെ എന്താ പള്ളി എത്ര കണ്ടാലും മതിയും വരില്ല, കാരണം അത്രയും രസമുണ്ട് കാണാൻ. പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് പോയി ഫോട്ടോ എടുക്കണം ഉണ്ട്, പക്ഷേ തുറന്നിട്ടില്ല. അപ്പം ഇനി പിന്നീട് ഒരിക്കൽ പോകണം ഇൻഷാ അല്ലാ. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു വേലിയാത്ത ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ ഫോണടിയിൽ കൂടെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൂടുതൽ ഈ ഫിലിപ്പീൻസുകളൊക്കെ കൊണ്ടുനടക്കുന്നതാണ്. അവരാണ് ഇങ്ങനത്തെ സ്കൂട്ടർ ഇവിടെ കൂടുതലും കൊണ്ടുനടക്കുന്നത് കാണുന്നത്. പിന്നെ ചെക്കന്മാർക്ക് ലീവിന് പോവുക കേട്ടോ. പിന്നെ നേരെ പോകണം, ഇവിടെ ഒരു മാളുണ്ട്, അപ്പം മാളിലേക്കാണ് പോകുന്നത്. മാൾക്ക് പോകാൻ തന്നെ കാരണം പിന്നെ മറ്റേ നമ്മൾ സ്നേഹിതന്മാർക്ക് വരുമ്പോഴത്തേന് കുറച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ പോയാൽ പിന്നെ വെറുതെ നമ്മൾ ചൂടത്ത് നിൽക്കണ്ട, പുറത്ത് നല്ല ചൂടുമുണ്ട്, വേർക്കണുണ്ട്. ചൂട് വെച്ചാൽ വേർക്കണ ചൂടാണ്, ഇവിടെ നിന്നാലും വേർക്കുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെ നേരെ മാളിലേക്ക് കയറുകയാണ്. പിന്നെ മാളിലേക്കുള്ള കിടക്കുന്ന ഇതാണ്, സ്റ്റെപ്പാണ്. അപ്പോൾ താഴെ ലിഫ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, നേരെ സ്റ്റെപ്പ് കയറിയാണ്ട് മുകളിലേക്ക് കയറുകയാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഇവിടുത്തെ മാളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാളിൻ്റെ പേര് മറീന മാൾ എന്നാണ്. അതിൻ്റെ എൻട്രൻസ് ആണിത്. മറ്റേ എൻട്രൻസ് പുറത്തുനിന്ന് നടന്നു വന്നിട്ട് വേർത്തിനെ ഉള്ളിൽ കയറിയൊന്നും ശരിയാവും. മാളിനുള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ കൂടുതലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ചില ആൾക്കാർക്ക് ഒന്നും ഇഷ്ടം കൂടുതല. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ പിന്നെ സൗണ്ടിന് നല്ല ക്ലിയർ കുറവുണ്ടാവും, നല്ല ഇതിനുള്ളിൽ നിന്ന് എക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട്, ആൾക്കാർക്ക് സംസാരിച്ചിട്ട് നല്ല അടിപൊളി കണ്ണാടിൻ്റെ ഷോപ്പാണിത്. അതേപോലെ ഇത് പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്, അത് കൗണ്ടറായിട്ട് ഇട്ടതാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, ഫോറിനാണ്. ഞാൻ പിന്നെ അവിടെ നേരെ മേലൊക്കെ ഉണ്ട് പോകുന്നത്, കാരണം മേലെ നിന്ന് കുറച്ച് കാണാൻ പറ്റുന്നതില്ലേ. അപ്പോൾ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഐസിൽ കളിക്കുന്ന സ്ഥലമുണ്ട് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇതാണ്, ഇവിടെയാണ് ഈ ഐസ് കളിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഐസാട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഐസാണെന്ന് വിചാരിക്കുക, റെഡിമെയ്ഡ് വെച്ച പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവർ ആ ഷൂമെന്നൊക്കെ ഇങ്ങനെ ഐസ് പൊടിഞ്ഞ് പോകണം. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലുണ്ട് ഐസാണെന്നുള്ളത്. ഷൂവിൻ്റെ അടിയിൽ ചെറിയൊരു തകിടിൻ്റെ കഷ്ണം മാത്രമേ ഉള്ളൂ. നല്ല സ്മൂത്തിൽ പോകുന്നുണ്ട്, എല്ലാവരും സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അതിന് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ് കുറേ പേർക്ക് സമ്മാനം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചടുത്ത് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഇത് ഇവിടുത്തെ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ഈ മാളിൽ നിന്ന് അപ്പുറത്ത് ബീച്ച് സൈഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിലും ബ്രിഡ്ജാണ്. പക്ഷേ കംപ്ലീറ്റ് AC ഒക്കെ നല്ല സെറ്റപ്പ് ഉണ്ട്. നേരെ ഇവിടുത്തെ ബീച്ച് സൈഡിലേക്കാണ്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തായാലും ബോട്ടിൽ ഞാൻ കയറുന്നു കേട്ടോ, നല്ല ടൈമില്ല ഇപ്പോൾ ഒന്നാമത്. അപ്പോൾ നമുക്ക് പിന്നെ കയറാം. ഓക്കെ, കണ്ടു പോവാണ്. ഇവിടുത്തെ ചെറിയൊരു ഹാർബറാണിത്. അപ്പോൾ ഫിഷിംഗ് ഒന്നുമല്ല, ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു ബോട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൽ ഒരുപാട് ഫാമിലി പോവും. പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ അത്യാവശ്യം വലിയ ഹെവി ബോട്ടുകളുണ്ട്. കണ്ടോ, ഇതെല്ലാം സെറ്റപ്പ് ഉണ്ട്, AC എല്ലാം ഉള്ളതാണ്. ഇതിൽ AC ഉള്ളതാണ്. ഇത് പിന്നെ ഫാമിലിയും പിന്നെ പബ്ലിക്കായിട്ടുള്ളതാണ്. ഓണക്കോടിയൊക്കെ ഉണ്ട്, ഓണത്തിന് വന്നതുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് മറീന മാളിൻ്റെ ബീച്ച് സൈഡാണ് കാണുന്നത്. അവിടെയൊക്കെ ഷിപ്പിൻ്റെ ഏരിയകളുണ്ട്. പിന്നെ അപ്പുറത്ത് ബീച്ചാണ് കാണുന്നത്, ബീച്ചാണ്. പിന്നെ വേറെ കണ്ണ് കുത്തനുണ്ട്.
സൺഗ്ലാസ് ഉണ്ട് കേട്ടോ. നമ്മൾ സൺഗ്ലാസ് ഉണ്ട്. ഇപ്പം കണ്ടില്ല, ഈ സൈഡിൽ നിന്നാണ് സൂര്യൻ വരുന്നത്. നല്ല വെയിലുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുകൾ കളിക്കുന്നില്ല. അപ്പോൾ ഒറ്റ പുറത്തിറങ്ങി പോകണില്ലെന്ന് തോന്നുന്നു. ചൂടായിട്ടാണ് അറിയില്ല കേട്ടോ. ഒരുപാടുണ്ട്. മറ്റേ ഇവിടെ തന്നെ ഉണ്ടാവില്ല. ഇതാണ്ട് മീനുകൾ, കടലത്തെ മീനുകളാണ് ഈ കാണുന്നത്. പിന്നെ പേരുകളൊന്നും ഫുള്ള് അറിയില്ല കേട്ടോ എന്തൊക്കെയുള്ളതെന്ന്. എന്ത് മീനാണെന്നോ കറക്റ്റ് മനസ്സിലാവുന്നില്ല. സിലോപ്പിൻ്റെ ഒക്കെ മാറ്റ വലിയ വലിയ മീനാണ് കാണുന്നത്. എനിക്ക് ഇതിൽ കൂടി കാണുന്നതെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ പ്രാവുകള് ഒരു കൂട്ടം. നമ്മളെന്തൊരു പേടിയില്ല. എത്ര കൂളായിട്ട് വരെ നിൽക്കണത് നോക്കുകയാണെ. അങ്ങനെയൊക്കെയാണ്. വെള്ളപ്രാവുണ്ട്, നമ്മുടെ കാട്ടാസ് തന്നെ പ്രാവുകളുണ്ട്, എല്ലാ പ്രാവുകളുണ്ട്. എന്താ രസമില്ല കാണാൻ. അവിടെ ഏതൊക്കെ ഫാമിലി ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ.